നെഗറ്റീവ് പറയുന്നവർ എനിക്ക് വല്ലതും കൊണ്ട് തരട്ടെ, പൈസ കൊണ്ട് തരട്ടെ, ഞാൻ വീട്ടിൽ ഇരിക്കാം. നെഗറ്റീവ്സിനോട് ഞാനൊന്നും ഒത്തിരി വരുന്നുണ്ട്, ഒത്തിരി ഞാൻ പ്രതികരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് കൊല്ലം സുധിയുടെ വൈഫിൻ്റെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആൽബം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആൽബമാണ്. അത് ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു രേണുകയ്ക്കെതിരെ വന്നിട്ടുണ്ടിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് റൊമാൻറ്റിക് സീൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം കുറേ അധികം പേര് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്, ഭർത്താവ് മരിച്ചതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്താണ്, സുധിയൊക്കെ ഇത് എങ്ങനെ, സുധിയുള്ള സമയത്ത് ഇതൊക്കെ എങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണോ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറേ അധികം കമൻറ്റ്സ് ആ ഒരു ആൽബത്തിന് താഴെ വരുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കുറേയധികം വീഡിയോസ് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നെഗറ്റീവായിട്ടും കുറേ പേര് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു ആൽബം വന്ന സമയത്ത്, അത് നെഗറ്റീവ് വന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം രേണുക തന്നെ ആ ഒരു വിഷയത്തിൽ ഒപ്പീനിയനായിട്ട് മുന്നോട്ട് വന്നേക്കുകയാണ്. എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ഇരിക്കുക, നിങ്ങൾ പൈസ കൊണ്ടുത്താ എങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, ഇതിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നി അത് ഇങ്ങനെ തന്നെ പറയണ്ട, കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ജോലിക്ക് തന്നെ പോയേ പറ്റും. അതിപ്പം ഈ ഒരു രേണുവയ്ക്ക് ആക്ടിങ്ങിനോട് താല്പര്യമുണ്ട്, ആക്ടിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നാടകത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബം നോക്കേണ്ടത്. സോ അത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ബാക്കിയുള്ളവരെ കരൾ പൊരിടിയേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അവർക്ക് അന്നത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അവർ പണിയെടുത്താലേ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓരോ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുക, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമാണ് നോക്കുന്നത്, അവരാരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വരുന്നില്ല. പിന്നെ ബാക്കിയുള്ളവർ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്, എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സോ അവരവരെ കാര്യം നോക്കുന്നു, അവർ ജീവിക്കുന്നു, അവരുടെ പാട്ടിന് വിടുക. ചുമ്മാ ആവശ്യമില്ലാതെ അവരുടെ ജീവിതത്തിലൊന്നും കയറി ഇടപെടാതിരിക്കുക. അതാണ് എപ്പോഴും പറയാറുള്ളത്. എന്തായാലും കറക്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് രേണുക പറഞ്ഞത്. ഞാൻ വീട്ടിൽ ഇരിക്കാൻ, നിങ്ങൾ പൈസ കൊണ്ടുത്താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ട്, അത് ഓക്കെ, ഞാനതൊന്നും വില വെക്കുന്നില്ല എന്നാണ് രേണുക പറഞ്ഞത്. അത് ബോൾഡായിട്ടുള്ളൊരു തീരുമാനമാണ്, അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.